പലരും ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പല 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 ഹാബിറ്റുകൾ തുടങ്ങും. 1-2 ആഴ്ചയിൽ തന്നെ അത് അവസാനിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഈ പുതുവർഷത്തിലേക്ക് എടുക്കുന്ന റെസൊല്യൂഷൻ പോലെ കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ട് ഈ പറയുന്ന ശീലങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാവും. ഒരു ഗുണമില്ല, ജീവിതത്തിൽ അതുകൊണ്ട് വിജയിക്കാനായിട്ട് പറ്റത്തുമില്ല. ജീവിതത്തിൽ വിജയിക്കാൻ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാബിറ്റുകൾ ഉണ്ടായേ തീരും. അതിന് ഇതാ 10 പ്രാക്ടിക്കൽ സ്റ്റെപ്സ്. ഒന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്മോൾ ആൻഡ് സിമ്പിൾ. നമ്മൾ വളരെ ചെറിയ ഒരു പരിപാടി തുടങ്ങിയിട്ട് വേണം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ. നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഇതൊരു ബേർഡനായിട്ട് തോന്നില്ല. എന്നാൽ വലിയൊരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ എടുത്ത് അങ്ങ് ചെയ്യാൻ പോകുന്ന സമയത്ത് അതൊരു വലിയ ബാലികേറാ മലയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോർണിംഗ് രാവിലെ എണീറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 5 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു കാര്യം നിങ്ങളങ്ങ് ചെയ്യുക. അതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ. മറ്റേത് ഹവർ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് നേരം എടുത്ത് ചെയ്യുന്ന സാധനം കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് പിന്നീടാവാം. തുടക്കത്തിൽ 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. നല്ല പച്ചവെള്ളം, ചായയും കാപ്പിയല്ല കേട്ടോ, കൂൾ ഡ്രിങ്ക്സും അല്ല, നല്ല പച്ചവെള്ളം നിങ്ങൾക്ക് കുടിക്കുക. ശരീരത്തിൻ്റെ ഉള്ളിലെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് അത് നല്ല സാധനമാണ്. എന്തോ ആയിക്കോട്ടെ, നമ്മൾ പറയുന്നത് ഒരു ഹാബിറ്റ് തുടങ്ങുമ്പോൾ ചെറുത് തുടങ്ങുക. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന സാധനം തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കഷ്ടപ്പാടില്ലാതെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് നമുക്കിവിടെ വേണ്ടത്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള കഷ്ടപ്പെട്ട് ചെയ്യേണ്ട പല സാധനങ്ങളും പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ തന്നെ നിങ്ങൾ ട്രെയിൻ ചെയ്തു, പരിശീലിപ്പിച്ചു. രണ്ടാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാബിറ്റ് സ്റ്റാക്കിംഗ് ആണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ദിവസം ഒരു കാര്യം ചെയ്യുന്നു, അത് കഴിഞ്ഞ് നോർമലി വേറൊരു കാര്യം ചെയ്യുന്നു. ഇതിനകത്ത് നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്തു, അത് കഴിഞ്ഞ് രണ്ടാമത് ചെയ്യാൻ പോകുന്ന സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ മാറ്റിയിട്ട് വേറൊരു പരിപാടി ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ രാവിലെ എണീറ്റിട്ട് ബ്രഷ് ചെയ്യുന്നു. ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് എന്താ ചെയ്യുക? നേരെ ചായ കുടിക്കാൻ പോകും, അല്ലെങ്കിൽ കാപ്പി കുടിക്കാൻ പോകും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ആ പരിപാടി നമ്മൾ ഒന്ന് മാറ്റുന്നു. എന്നതിന് ശേഷം ആ ഒരു നേരത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് 2 മിനിറ്റ് നേരത്തേക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്നു. അതായത് ബ്രഷിങ് കഴിഞ്ഞു, ഫുഡിൻ്റെ നടുക്ക് നിങ്ങളൊരു മെഡിറ്റേഷനാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഹാബിറ്റ് നമ്മളൊന്ന് റീപ്ലേസ് ചെയ്തു. അങ്ങനെ നമ്മൾ ആ സംഭവം വിജയിപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ നോക്കുക. കാരണം സിമ്പിളാണ്. അത് വിജയിപ്പിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് വിചാരിച്ച ഹാബിറ്റുകൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനും അത് വിജയിപ്പിച്ചെടുക്കാനും നിങ്ങളെക്കൊണ്ട് പറ്റും. കുറേ കാലത്തേക്ക് നിങ്ങൾക്കത് ഫോളോ ചെയ്യാനും പറ്റും എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് പറ്റുന്നത്. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടല്ലേ ബ്രഷ് ചെയ്ത ഉടനെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ടിരുന്നത്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പരിപാടിയാണ് എന്നുള്ളത് നിങ്ങളെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ട് പിന്നീട് നമുക്ക് കുറച്ചും കൂടി വലിയ വലിയ ഹാബിറ്റുകൾ വിജയിക്കാൻ കുറച്ച് വലിയ ഹാബിറ്റുകൾ ആവശ്യമുണ്ടല്ലോ. സോ അതിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. മൂന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാക്ക് യുവർ പ്രോഗ്രസ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു ഹാബിറ്റുകളൊക്കെ തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടോ, കൃത്യമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ആ ഹാബിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ നമ്മളിപ്പോൾ ഒരു 2 മാസത്തേക്ക് ഒരു ഹാബിറ്റ് ഫിക്സ് ചെയ്തു. ഇതിനകത്ത് നമ്മൾ ആ ഒരു ഹാബിറ്റ് പരിപൂർണമായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് മാറ്റും. നമ്മളതിൻ്റെ ഉള്ളിൽ അത് പഠിച്ചെടുക്കും. ആ ഹാബിറ്റ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നൊരവസ്ഥ, കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറയുന്നൊരവസ്ഥ. ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, 2 മാസം അല്ലെങ്കിൽ 1 മാസം നമ്മൾ ഫിക്സ് ചെയ്ത ആ ടൈം കഴിഞ്ഞ ഉടനെ നമ്മളൊന്ന് റിവ്യൂ ചെയ്യുക. നമ്മളിപ്പോൾ ആ 2 മാസം അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തോ? എത്ര ദിവസം നമ്മൾ മടി പിടിച്ചിരുന്നു? എത്ര ദിവസം നമ്മൾ ചെയ്യാതെ വിട്ടു? ചെയ്യാതെ പോകാതെ കൃത്യമായിട്ട് നിങ്ങളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്തോ? അതായത് ഒന്ന് റിവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. കൊള്ളാലോ, ഞാൻ ആ പരിപാടി ക്ലിയറായിട്ട് സൂപ്പറായിട്ട് ഒരു ദിവസം പോലും മുടക്കാതെ ചെയ്തു. എക്സാമ്പിൾ ഇപ്പോൾ ജിമ്മിൽ പോകുന്നൊരു കാര്യമായിരിക്കാം. ഒരു ദിവസം പോലും ഞാൻ ലീവ് എടുത്തിട്ടില്ല. സൺഡേ ഓഫ് കോഴ്സ് അത് ലീവ് ആയതുകൊണ്ട് നമുക്ക് പോകേണ്ട കാര്യമില്ല. അതല്ലാതെ എൻ്റേതായിട്ടുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് ലീവ് എടുത്തിട്ടില്ല. സോ പറഞ്ഞ ആ 2 മാസം നമ്മളായിട്ടിട്ട ഒരു ടൈമാണ്. ഒരു 3 മാസം നമ്മളിത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തതുകൊണ്ട് നമുക്കുണ്ടാകുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഇതിനൊക്കെ അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ പ്രോഗ്രസ് ഒന്ന് ട്രാക്ക് ചെയ്യണം.
നമ്മൾ കറക്റ്റായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് അനലൈസ് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. അതിനാണ് പറഞ്ഞത് ഈ ടൈം പീരീഡ് കഴിഞ്ഞ ഉടനെ ഒന്ന് റിവ്യൂ ചെയ്യുക. എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. നിങ്ങൾക്കൊരു ഹാബിറ്റ് കൊണ്ട് നടക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഉണ്ട്, ആ ഒരു ടാലൻറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ സ്വയം തിരിച്ചറിയും. എഗെയിൻ പുതിയ പുതിയ ഹാബിറ്റുകൾ നിങ്ങൾക്കത് ഏറ്റെടുക്കാനുള്ള ഒരു മോട്ടിവേഷനായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ കലണ്ടർ പോലെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡയറി പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് എഴുതി വയ്ക്കുന്ന രീതി എന്തോ ട്രാക്ക് ചെയ്യണം, പ്രോഗ്രസ് നിങ്ങൾ അറിയണം, അത്രയേ ഉള്ളൂ. 4ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ വൈ സ്റ്റേറ്റ്മെൻറ്റ്. WHY, എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ കാരണം നിങ്ങൾ അറിയണം. പലപ്പോഴും നമ്മളൊരു ഹാബിറ്റ് എന്ന് പറയുമ്പോൾ അത് പരിപൂർണമായിട്ടും യാന്ത്രികമായിട്ട് പോകുമ്പോൾ നിങ്ങൾക്കതിനകത്ത് വേണ്ട പോലെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ചെയ്യണമെന്നുള്ളൊരു ത്വര നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാനോ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മളതെന്ത് ചെയ്യുന്നു, ഒരു ഇമോഷണലി കണക്റ്റഡ് ആക്കി മാറ്റുന്നു. അതായത് ഇമോഷണലി അതിനൊരു കണക്ഷൻ കൊടുക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ വർക്കൗട്ട് ചെയ്യണം, വ്യായാമം ചെയ്യണം എന്ന് പറയുമ്പോൾ അതിൻ്റെ റീസൺ എന്താണ്? നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അസുഖം പിടിച്ച് കിടക്കുകയോ മരിച്ചു പോവുകയോ ചെയ്യുകയാണെങ്കിൽ ഒന്ന് നിങ്ങളെ അവർക്ക് കിട്ടില്ല, രണ്ടാമത് നിങ്ങളിൽ നിന്നുണ്ടാകുന്ന വരുമാനം അവർക്കില്ല. സോ അവർ മൊത്തത്തിൽ പെരുവഴിയിലാകും എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് അവിടെ. സോ നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ വർക്കൗട്ട്, നിങ്ങളുടെ വ്യായാമം എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് കണക്റ്റഡായി ഒരു ഇമോഷണൽ കണക്ഷൻ അവിടെ വന്നു. നിങ്ങൾ ജീവനോടെ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു തോന്നൽ, അതാണ് അവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ, അവർക്ക് നിങ്ങളുടെയും കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ. സോ ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം എന്ന് പറയുന്ന പോലെ പല കാര്യങ്ങളും പല ഹാബിറ്റുകളും നമുക്ക് ഇതേപോലെ തന്നെ മറ്റൊന്നിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇമോഷണലി ഒരു കണക്ഷൻ അവിടെ കൊടുക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കമ്മിറ്റ്മെൻറ്റ് കൂടുതലായിരിക്കും. നമുക്കത് ചെയ്യണം എന്നുള്ളൊരു ത്വര, ഒരു വാശി നമുക്കവിടെ കൂടുതലായിരിക്കും. അങ്ങനെ ഒരു വാശി ഉണ്ടെങ്കിലാണ് നിങ്ങൾ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ പരിപാടി വിട്ടിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട്, നമ്മൾ കണ്ടില്ലേ ന്യൂ ഇയറിനൊക്കെ റെസൊല്യൂഷൻ എടുക്കും, ഞാനിന്ന് ഈ വർഷം ജിമ്മിലൊക്കെ പോയി ഞാൻ നല്ല ബിൽഡ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് 2 ആഴ്ച കൊണ്ട് പരിപാടി നിർത്തും. അതിൻ്റെ കാരണം അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല. സോ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കാനാണ് ഈ പറഞ്ഞ ടിപ്പ്. ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക, സംഭവം വിജയിക്കും. 5ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് ഡിസൈനാണ്. അതായത് എൻവയോൺമെൻറ്റ് നമുക്ക് അടുത്ത ദിവസം നമുക്കിപ്പോൾ ഒരു ഹാബിറ്റ് ചെയ്യണമെന്ന് വെച്ചോ. ഇപ്പോൾ രാവിലെ വർക്കൗട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ നമ്മൾ ട്രാക്ക് പാൻറ്റ്, നമ്മുടെ ടീഷർട്ട്, നമ്മുടെ ജീൻസ് കാര്യങ്ങളെല്ലാം, നമ്മുടെ ഷൂ കാര്യങ്ങളെല്ലാം, വർക്കൗട്ടിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തലേ ദിവസം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മൾ ഡ്രസ്സ് കാണുന്നു, ഷൂ കാണുന്നു, നമുക്കതൊക്കെ ഇനിയിപ്പോൾ മടി പിടിച്ചിരിക്കാനൊന്നുമില്ല, എല്ലാം റെഡിയാണ്, എടുത്തങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഈസിയാണ്. നമ്മൾ തലേ ദിവസം തന്നെ അത് പ്രിപ്പയർ ചെയ്ത് വെച്ചു. സോ നമ്മുടെ സാഹചര്യം നമ്മുടെ ഈ പറയുന്ന ഹാബിറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ, ഗ്രോ ചെയ്യാൻ സജ്ജമായിട്ടുള്ള ഒന്നുകൂടി ആവണം. ഇപ്പോൾ രാവിലെ എണീറ്റ ഉടനെ ഷൂ എവിടെയോ കിടക്കുന്നു, നമ്മൾ ഇടുന്ന ട്രൗസർ എവിടെയോ കിടക്കുന്നു, ടീഷർട്ട് എവിടെയോ കിടക്കുന്നു, വെള്ളം ബോട്ടിൽ എവിടെയോ കിടക്കുന്നു. ഇതൊക്കെ തേടി പിടിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ മോട്ടിവേഷൻ പകുതി പോയി കിട്ടും. സോ നമ്മുടെ ഹാബിറ്റ് തകർക്കുന്ന കാര്യമാണ് അവിടെ നടക്കുന്നത്. സോ എൻവയോൺമെൻറ്റ് കൂടെ നമുക്ക് സപ്പോർട്ടീവായിരിക്കണം. അതിനെന്ത് ചെയ്യണം, നമ്മൾ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരുണ്ടായിരിക്കണം ഇതൊക്കെ സെറ്റ് ചെയ്ത് തരാൻ. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഇതൊക്കെ അടുക്കി പെറുക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വർക്കൗട്ടിൻ്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ, ജോലി ആയാലും പഠിപ്പായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് നെക്സ്റ്റ് ഡേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. സോ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഒരുപാട് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് മടി പിടിക്കുന്ന ഒരവസ്ഥ അവിടെ വരില്ല. അങ്ങനെ വരാതിരിക്കാനാണ് ഈ ടെക്നിക്ക്. വേണ്ട കാര്യങ്ങൾ തലേ ദിവസം തന്നെ റെഡിയാക്കി വയ്ക്കുക. 6ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 മിനിറ്റ് റൂളാണ്. അതായത് ഒരു കാര്യം നമുക്ക് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബെഡിൽ നിന്ന് രാവിലെ എണീക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 2 പേജ് ബുക്ക് വായിക്കണം എന്നുണ്ട്. അതായത് വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, മോട്ടിവേഷൻ കിട്ടുന്ന ബുക്ക്, അതല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യം എന്തോ, അല്ലെങ്കിൽ ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ് ബുക്സുകളായിരിക്കാം. ഒരു 2 പേജ് നിങ്ങൾക്ക് വായിക്കണം എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ആ ഒരു പരിപാടി ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യിക്കുന്ന കാര്യം പ്രോക്രാസ്റ്റിനേഷൻ, അതായത് നാളേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു പരിപാടി നിങ്ങളിനി ചെയ്യില്ല, അത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നെക്സ്റ്റ് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കത് തുടങ്ങാനും ചെയ്യാനും കഴിയുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം, അത് ചെയ്തുകൊണ്ടേ ഇരിക്കണം, കൺസിസ്റ്റൻ്റായിട്ട് അത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യുകയാണ്. സോ അതിനുവേണ്ടി നിങ്ങൾ മനഃപൂർവ്വം ഈ പറഞ്ഞ പോലെ 2 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ
മനഃപൂർവ്വം ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ ഭാവിയിൽ നിങ്ങൾ മനഃപൂർവ്വം അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് എഫേർട്ടോ ഒരുപാട് മെൻ്റൽ പ്രഷറൊന്നും നിങ്ങൾക്ക് എടുക്കേണ്ടി വരില്ല. സോ ഈ പറയുന്ന 2 മിനിറ്റ് റൂളും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അങ്ങനെ 2 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന പല കമ്മിറ്റ്മെൻറ്റുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യിച്ചെടുക്കുക. ഒരു 3 മാസം കൊണ്ട് ഇതെല്ലാം അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. അതിനൊരു 3 മാസമെങ്കിലും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യണം, അത്രേ വേണ്ടൂ. 7ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലിബ്രേറ്റ് സ്മോൾ വിൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ ചെറിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചെറിയ ഹാബിറ്റുകൾ നിങ്ങൾ നടത്തി വിജയിപ്പിക്കുന്നു. 2-3 മാസം കൊണ്ട് നിങ്ങളതിൽ എക്സ്പേർട്ട് ആവുന്നു. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. എങ്ങനെ? നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് നിങ്ങൾ വാങ്ങിക്കുന്നു, കഴിക്കുന്നു, ജസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഉദ്ദേശം എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു റിവാർഡ് കിട്ടുന്ന സമയത്ത് നമുക്കത് പിന്നെയും ചെയ്യാനുള്ളൊരു ത്വരയുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമുക്കൊരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ, ഒരു മോട്ടിവേഷൻ കിട്ടുന്ന സമയത്ത് ആ ഒരു പ്രവൃത്തി കൂടുതൽ നന്നായി ചെയ്യണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവും. കൊച്ചു കുട്ടികൾക്ക് നമ്മൾ കണ്ടില്ലേ, അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ അവർ പിന്നെയും നല്ല കാര്യങ്ങൾ ചെയ്യും. വാവ നന്നായിട്ട് ഭക്ഷണം കഴിക്കണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് അത് പിന്നെയും നന്നായിട്ട് കഴിക്കാനുള്ളൊരു ടെൻഡൻസി അവിടെ ബിൽഡ് ചെയ്യുകയാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ. നമ്മളെ തന്നെ റിവാർഡ് ചെയ്യുന്നു, നമുക്ക് തന്നെ ഗിഫ്റ്റ് വാങ്ങുന്നു, അല്ലെങ്കിൽ നമുക്ക് തന്നെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ആ മൊമെൻറ്റ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അതുപോലുള്ള ഹാബിറ്റുകൾ ഇനിയും ബിൽഡ് ചെയ്യണം, ഇതുപോലെ ഇനിയും സെലിബ്രേഷൻ നടത്തണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവും. കാരണം നമ്മളിതെല്ലാം അച്ചീവ് ചെയ്തതിന് ശേഷം സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു അച്ചീവ് ചെയ്ത സാധനത്തിൻ്റെ ഒരു ഫീലൊന്നും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഒരു സെലിബ്രേഷൻ നടക്കുമ്പോൾ ആ ഒരു മൊമെൻറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. കഴിച്ച ഫുഡ്, ഇപ്പോൾ ഒരു പിസ്സ കഴിച്ചു, ഓക്കെ, ആ പിസ്സയുടെ ടേസ്റ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്തിനു പിസ്സ കഴിച്ചു? നിങ്ങൾ ആ ഒരു ഹാബിറ്റ് സക്സസ്ഫുള്ളായിട്ട് 3 മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് നടത്തി വിജയിപ്പിച്ചു. അതാണ് അതിൻ്റെ സക്സസ്. സോ ഓരോ വിജയവും നിങ്ങൾ ആഘോഷിക്കണം. അത് ചെറുതോ വലുതോ ഏതോ ആവട്ടെ. അതും നിങ്ങളെ കൂടുതൽ നല്ല ഹാബിറ്റുകൾ ഉണ്ടാക്കാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. 8ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസ് വിഷ്വലൈസേഷനാണ്. ഓരോ ദിവസവും നിങ്ങളുടെ പുതിയ ഹാബിറ്റുകൾ ചെയ്ത് 3 മാസം അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളെ കൊണ്ടത് പറ്റുന്നുണ്ട്, നിങ്ങളെ കൊണ്ടത് പറ്റും. കാരണം നിങ്ങൾ ചെയ്യുന്നു അങ്ങനെ 3 മാസം എത്തുന്നു. പിന്നെ അത് നിങ്ങളുടെ പാർട്ട് ഓഫ് ദ ലൈഫായിട്ട് മാറും. പിന്നെ നിങ്ങൾ ബോധപൂർവം അതിനുവേണ്ടി എഫേർട്ട് ഇടേണ്ട കാര്യം ഇല്ല. അത് ഓട്ടോമാറ്റിക്കലി നടന്നോളും. അതിൻ്റെ ഇടയിൽ നിങ്ങൾ മടി പിടിച്ചിട്ട് ഇരിക്കാനുള്ളൊരു ശ്രമം നടത്താതിരുന്നാൽ മതി. മനഃപൂർവ്വം നിങ്ങൾ സ്വാഭാവികമായിട്ടും ലൈഫിനെ വിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ പൊക്കോളും. പക്ഷേ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? വിഷ്വലൈസ് ചെയ്യുക. അതായത് നിങ്ങൾ ഈ പറയുന്ന ഹാബിറ്റ് നടത്തി വിജയിപ്പിക്കുന്നത് വിഷ്വലൈസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം വിഷ്വലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു മോട്ടിവേഷൻ ഉണ്ട്. നിങ്ങളതിൽ വിജയിച്ചു എന്ന് തോന്നുന്ന ഒരവസ്ഥ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ട്. സോ ആ ഒരു തോന്നൽ, ആ ഒരു ചിന്ത, ആ ഒരു വിജയം, അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് പുതിയ ഹാബിറ്റുകൾ ഇതുപോലെ ഫോം ചെയ്യാൻ നിങ്ങൾക്കത് ഒരു മോട്ടിവേഷൻ ആയിരിക്കും, ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ ഡെയിലി കുറച്ച് മിനിറ്റുകൾ നിങ്ങൾ അതിനു വേണ്ടി വിഷ്വലൈസ് ചെയ്യാനായിട്ട് സമയം കൊടുക്കുക ഡെയിലി. ഓക്കെ. 9ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാൻ ഫോർ ഒബ്സ്റ്റാക്കിൾസ് ആണ്. അതായത് ജീവിതത്തിൽ നമുക്കിപ്പോൾ പലപ്പോഴും തടസ്സങ്ങൾ വരും. നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് മുടക്കങ്ങൾ വരും. ഇപ്പോൾ രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു ഊരവേദന വരുന്നു, ഒരു കാലിനൊരു വേദന വരുന്നു, അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് വർക്കൗട്ട് ചെയ്യണ്ട. ഇങ്ങനെ പല പരിപാടികൾ നടക്കും. സോ അതുപോലെയുള്ള ഒരു തടസ്സം വരും എന്നുള്ളത് നിങ്ങൾ മുൻകൂട്ടി കാണുകയാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും? ഇത് ഞാൻ ചിന്തിച്ചതാ, രാവിലെ എണീക്കുമ്പോൾ എനിക്കൊരു മടി ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഇന്നലെ ചിന്തിച്ചതാ, ആ മടിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്, അതവിടെ ഇരിക്കട്ടെ എന്ന് നമ്മൾ മനഃപൂർവ്വം നമ്മുടെ മൈൻഡിനെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് നമ്മൾ ആ പരിപാടി ചെയ്യാൻ ഇറങ്ങുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ വർക്കൗട്ട് ആണെങ്കിൽ ഷൂ കയറ്റിയിട്ട് ട്രൗസർ ഇട്ട് നമ്മൾ ഇറങ്ങുന്നു. സോ ഇവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മൾ തന്നെ അവെയറാണ് നമ്മളിങ്ങനെ വടി പിടിച്ചിരിക്കും രാവിലെ എന്നുള്ള കാര്യത്തിൽ. സോ അത് നമ്മൾ ഒരുപാട് അവെയർ ആകുമ്പോൾ ഉള്ള ഗുണം എന്താ? നമുക്കത് മാറ്റാൻ പറ്റും. നമ്മൾ അവെയർ അല്ലെങ്കിൽ എന്ത് ചെയ്യും? മടിയാണ് എന്നുള്ളത് നമ്മൾ സ്വയം തിരിച്ചറിയാതെ നമ്മൾ അതിനകത്ത് അങ്ങനെ ഇരുന്ന് പോകും. സോ നിങ്ങളൊന്ന് അവെയറായിട്ടിരിക്കണം. അവെയറായിട്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ ഒരു തടസ്സം വരും എന്നുള്ളത് നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതിനുള്ളൊരു സൊല്യൂഷൻ കൂടി കണ്ടുപിടിക്കണം. ഇങ്ങനെ മടി വരുന്ന സമയത്ത് മടി വരാതിരിക്കാനാണ് നേരത്തെ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കണം എന്നുള്ളത്. അപ്പോൾ അതേപോലെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ച് നിങ്ങളുടെ മുന്നിൽ തന്നെ വെക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾക്ക് മടി പിടിക്കാൻ പറ്റില്ല. കുറച്ച് അവയർനെസ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിയേ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് ഇറങ്ങണം എന്നുള്ള തോന്നൽ വരും. സോ ആ പ്ലാനിങ് ആദ്യം ഉള്ളിൽ ഉണ്ടാകണം, എങ്കിൽ ഈ പരിപാടി നടക്കുള്ളൂ. ഇല്ലെങ്കിൽ നാളേക്ക് നിങ്ങളത് മാറ്റി വയ്ക്കുന്ന പരിപാടി നിങ്ങൾ പോലും അറിയാത്തത് നടക്കും.
10ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേ അക്കൗണ്ടബിൾ ആണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർക്കെങ്കിലൊക്കെ ഒരു ബാധ്യതപ്പെട്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനകത്ത് ഒരു കാര്യം ചെയ്യാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ ഏൽപ്പിക്കുകയാണ്, ഞാൻ ഡെയിലി ഇതുപോലെ ചെയ്യും, ഇങ്ങനെ ഒരു ഹാബിറ്റ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട് ചോദിക്കും, എന്തായി മാനേ നീ എന്നാ പരിപാടി ചെയ്യാൻ പോയില്ലല്ലോ, അല്ലെങ്കിൽ നീ എന്നാ ബിസിനസ്സിന് ഇറങ്ങിയില്ലല്ലോ, നീ ആ ജോബിന് പോയില്ലല്ലോ, നീ വർക്കൗട്ട് ചെയ്തില്ലല്ലോ, എങ്ങനെ പല പല കാര്യങ്ങളും എന്താണെന്നുള്ളത് അത്. പക്ഷെ അത് ഒരാളെ ഏൽപ്പിക്കുന്നുണ്ട് നോക്കാൻ, ഒബ്സർവ് ചെയ്യുക, നിങ്ങളെ ട്രാക്ക് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. അപ്പോൾ ഒരു ഛേദമില്ലാത്തൊരു ഉപകാരം നിങ്ങളുടെ സുഹൃത്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. നീ ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത്, ചോദിക്കാൻ ഒരാളുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു ഉത്തരവാദിത്വം ഉണ്ടാകും. സോ അങ്ങനെ അക്കൗണ്ടബിളായിട്ട് നമുക്ക് ഒരു ബാധ്യതപ്പെടുക, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടാകുന്ന സമയത്ത്, ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കേണ്ട സമയത്ത് നമ്മളത് കാണിച്ചാലേ പറ്റുള്ളൂ. സോ നിങ്ങളിത് സുഹൃത്തിനെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഏൽപ്പിക്കുക, നിങ്ങളുടെ പാർട്ട്ണറെ ഏൽപ്പിക്കുക. സോ അവരുടെ ചോദ്യത്തിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടി വരും. സോ ആൻസറബിൾ ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യും. സോ അവിടെ ഒരാൾ ചോദ്യം ചെയ്യാനുണ്ടെന്നുള്ളൊരു തോന്നലുണ്ട്. മറ്റേത് നമ്മൾ ആര് ചോദ്യം ചെയ്യാൻ എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ കുറച്ചും കൂടി മടിയനായിട്ട് മാറും, അല്ലേ? ഒരു സാധ്യത ഉണ്ട്. സോ ഈ 10 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാനും പറ്റും. അതുവഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് സക്സസ് നേടിയെടുക്കാനും പറ്റും. സോ അങ്ങനെയൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ.